നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നോർമലി നിങ്ങളെല്ലാവരും വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഭക്ഷണം ക്രമീകരിച്ചവരായിരിക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നോർമലി നിങ്ങളുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കുന്നത് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, ഫാറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൻ്റെ ഒന്നും ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമുക്കൊരു ആഡിങ് ആയിട്ട് നമുക്ക് ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റും. അതിലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് എന്ന് പറയുന്നതാണ് ഗ്രീൻ ടീ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമുക്ക് രാവിലെ സമയത്തൊക്കെ കുടിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുമ്പം തന്നെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഫുൾനെസ്സും കിട്ടും. അതിൻ്റെ അകത്തുള്ള ഈ ഒരു ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒക്കെ ഒരു കാരണത്താൽ തന്നെ നമുക്ക് നല്ലൊരു ഫുൾനെസ്സും കിട്ടും. നമ്മുടെ ബോഡി ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പ്രിവെൻഷനും സാധിക്കും. അതുപോലെ തന്നെ ഈ വെയിറ്റ് ലോസിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഗ്രീൻ ടീ കുടിക്കുക എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങളെല്ലാവരും ചിലപ്പോൾ വെയിറ്റ് ലോസിൻ്റെ സമയത്തൊക്കെ മാംസം കൂടുതലായിട്ട് കഴിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും. എന്നാൽ വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽ എന്തായിരിക്കും, അവർക്ക് മാംസം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല. അവർ മുട്ട പോലും കഴിക്കാത്ത വ്യക്തികളാണ്. അപ്പോൾ ഈ മുട്ടയ്ക്കും മാംസത്തിനൊക്കെ പകരമായിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാംസവും മുട്ടയും എല്ലാം കൂടി കഴിക്കുന്ന വ്യക്തികൾ ഈ ഒരു നേന്ത്രപ്പഴം അവരുടെ ഡയറ്റിൽ ആഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല. കാരണം ഈ മാംസം ഞാൻ പറഞ്ഞല്ലോ, മാംസത്തിൻ്റെ സെയിം ഏകദേശം ഗുണങ്ങളൊക്കെ നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഈ ഒരു നേന്ത്രപ്പഴത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആയുർവേദ മെഡിസിൻസൊക്കെ കഴിക്കുക അല്ലെങ്കിൽ കഷായമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഒട്ടുമിക്ക ആളുകളോടും പറയുന്നതാണ് നിങ്ങൾ കൂടുതലായിട്ട് നോൺ വെജ് എടുക്കണ്ടെന്ന്. അപ്പം പേഷ്യൻസ് ചോദിക്കുന്നൊരു കാര്യം, ഡോക്ടറെ ഇപ്പോൾ നോൺ വെജ് കഴിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ മീനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് പല ഡെഫിഷ്യൻസീസ് ഒക്കെ വരുമല്ലോ. ഇത് ശരിക്കും ആ പറയുന്ന ഡെഫിഷ്യൻസീസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നേന്ത്രപ്പഴം 1-2 ദിവസം പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. നേന്ത്രപ്പഴത്തിനകത്ത് ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻസും ഫാറ്റ്സും എല്ലാം തന്നെ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഡെഫിഷ്യൻസീസ് ഒന്നും തന്നെ വരില്ല ഒരു ദിവസം 2 നേന്ത്രപ്പഴമൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ. അപ്പം പുഴുങ്ങി കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ നെഞ്ചരിച്ചിലൊക്കെ വരുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ നേന്ത്രപ്പഴം പച്ചയോടുകൂടി കഴിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത് പുഴുങ്ങിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കുറച്ചും കൂടി ഒരു എനർജിയും കാര്യങ്ങളൊക്കെ തരുന്ന ഒന്നാണ് കാടമുട്ട എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും കാടമുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ കാടമുട്ട ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ ശരീരത്തിന് പ്രശ്നം തന്നെയാണ്. ഒരു ദിവസം ഹെൽത്തി ആയിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 4 കാടമുട്ട മാത്രം കഴിച്ചാൽ മതി. കാരണം അതിൻ്റെ അതിലെ എനർജിയും പ്രോട്ടീനും അതുപോലെ തന്നെ കലോറിയും ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് 4 മതി നമ്മുടെ ശരീരത്തിന്. ഇപ്പോൾ ഒരു പ്രോട്ടീനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 1.2 ഗ്രാം പ്രോട്ടീൻസ് നമുക്കൊരു കാടമുട്ടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 70 കലോറീസൊക്കെ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അതും ഒരു 76 മില്ലിഗ്രാം ഒക്കെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നുണ്ട്. അപ്പം അത് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു 4 കാടമുട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം കൂടുതലാണ്. പക്ഷേ നിങ്ങളൊരു ഡയറ്റ് എടുക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4 കാടമുട്ട അത്ര വലിയ കുഴപ്പം ഉണ്ടാക്കുന്നില്ല. ഇതിൻ്റെ അകത്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രോട്ടീൻസ് ഉണ്ട്, നല്ല ഫാറ്റുകളുണ്ട്, അതുപോലെ തന്നെ സെലീനിയം ഉണ്ട്. ഇതൊക്കെ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഡയറ്റ് ജേർണിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് കാടമുട്ട എന്ന് പറയുന്നത്. അപ്പം ബെസ്റ്റാണ്. നിങ്ങളോട് ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ടാവും മുട്ട ഉൾപ്പെടുത്തിക്കോളൂ നിങ്ങളുടെ ഡയറ്റിൽ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ മിഡ് മീൽ ടൈമിലൊന്നും നിങ്ങൾ വേറെ ഒന്നും കഴിക്കുന്നില്ല, ഒരു മുട്ട കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് 2 മുട്ടയോളം കഴിക്കാം. പക്ഷേ മുട്ടേനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി, അതായത് ലെസിത്തി എന്ന് പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. കാടമുട്ടയിലാവുന്ന സമയത്ത് കുറച്ച് കലോറി കൂടുതലായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് അമിതമായിട്ട് നിങ്ങൾ കഴിക്കരുത്. അപ്പോൾ അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ വെജിറ്റബിൾസും സാലഡ്സും ഒക്കെ എന്താക്കണം, നിങ്ങളിത് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് എന്തായിരിക്കും അതിൻ്റെ അബ്സോർപ്ഷനും കാര്യങ്ങളും അതിൽ നിന്നും അനാവശ്യ കൊഴുപ്പുകളൊന്നും നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന ആ ഒരു ടെൻഡൻസിയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ സാലഡ്സും ഫ്രൂട്ട്സും എല്ലാം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ കഴിച്ചിരിക്കണം. ഇപ്പോൾ ഗ്രീൻ ടീയും നേന്ത്രപ്പഴവും കാടമുട്ടയൊക്കെ കഴിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ അത് എത്ര അളവിൽ കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രത്യേക കാര്യം, നിങ്ങൾ നോൺ വെജും ഒക്കെ എടുത്തിട്ടാണ് നിങ്ങളുടെ ഡയറ്റ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അപ്പോൾ അവിടെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒരു നേന്ത്രപ്പഴം ആഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു നേരം ഈ നോൺ വെജിൻ്റെ ഐറ്റംസൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു നേരം എന്ത് ചെയ്യാം, ഈ ഒരു നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ്. അതാണ്
നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് എന്ത് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്ത് കുടിക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ജീരകം വറുത്തിട്ടുള്ള വെള്ളം ഈ ഒരു ഡയറ്റ് ലോസ് അല്ലെങ്കിൽ നമ്മളൊരു വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജീരകം വറുത്തിട്ടുള്ള വെള്ളം, അല്ലെങ്കിൽ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ കൊറിയാണ്ടർ അഥവാ പച്ച മല്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഇട്ട വെള്ളം നിങ്ങൾ കുടിക്കുന്നത് നിങ്ങളുടെ ബോഡിയിലെ ഹീറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡീടോക്സിഫിക്കേഷൻ നടത്താനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വെയിറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ, അതുപോലെ തന്നെ PCOD, തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ ക്രമാതീതമായിട്ട് വെയിറ്റ് കൂടാറുണ്ട്. അതെല്ലാം തന്നെ നോർമൽ ആക്കണമെങ്കിൽ നല്ലൊരു ഡയറ്റാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും എടുക്കേണ്ട ഡയറ്റ് സെയിം തന്നെയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരിക്കലുമല്ല. അതായത് തൈറോയ്ഡ് പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ്, ഫാറ്റി ലിവർ ഉള്ളവരും ഡയബറ്റീസ് ഉള്ളവരും ഫോളോ ചെയ്യേണ്ട ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡയറ്റാണ്. അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ വസ്തുക്കൾ എന്ന് പറയുന്നത് അതും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു വെയിറ്റ് ലോസും കാര്യങ്ങളും ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള എക്സസൈസ് നിർബന്ധമാണ്. കാരണം ചില പേഷ്യൻസ് നമ്മളെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ ഡയറ്റൊക്കെ എടുത്തു പക്ഷേ ഞാൻ എക്സസൈസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു, വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും എനിക്ക് വന്നിട്ടുമില്ല എന്ന്. അപ്പം നിർബന്ധമായിട്ടും നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ഫാറ്റ് ബേൺ ഉണ്ടാവണമെങ്കിൽ ഒരു വർക്കൗട്ട് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ട് അമിതമായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യരുത്. അമിതമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാർട്ട് മസിൽസിന് ഡാമേജ് ഉണ്ടാക്കും. നമുക്ക് വേണ്ട ഒരു രീതിയിൽ നോർമൽ ലിമിറ്റിൽ എന്ത് ചെയ്യുക, എക്സസൈസ് ഫോളോ ചെയ്യുക. പിന്നെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട സാധനത്തിൽ ഒന്ന് മൈദയാണ്, മറ്റൊന്ന് ഷുഗറാണ്, മറ്റൊന്ന് സോൾട്ടാണ്, പിന്നെ നമ്മൾ പാക്കറ്റ് പാല് കാര്യങ്ങൾ, വൈറ്റ് റൈസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കാനും അതിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വൈറ്റ് റൈസിന് പകരം നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ബ്രൗൺ റൈസ് കഴിക്കുമോ, ഇല്ലെങ്കിൽ മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പം മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നേരം മാത്രം കഴിച്ചാൽ മതി, അതാണ് പറയാനുള്ളത്. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം, പെട്ടെന്ന് മെലിയണം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ചില ആളുകൾ 3 നേരമൊക്കെ മില്ലറ്റ്സ് കഴിക്കാറുണ്ട്. ഈ മില്ലറ്റ്സിൽ കൂടുതൽ ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ബോഡിയിലോട്ട് കിട്ടാനില്ല. ചെറിയ രീതിയിൽ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വലിയ രീതിയിലൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ കഴിക്കുക, ആ ഒരു ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള 2 നേരത്തിൽ നമ്മളത് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം കഴിക്കേണ്ടതും. അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സ്പൈസസുകളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആർത്തവ വിരാമമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിനകത്ത് പല ഹോർമോണൽ ചേഞ്ചസും ഉണ്ടാവും. ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് കാരണം അവരിൽ വെയിറ്റ് കൂടാനും ഹോട്ട് ഫ്ലഷസും അതുപോലെ തന്നെ മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിലും അപ്പോൾ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഷുഗർ കട്ട് ചെയ്യുമ്പോഴും കാർബ്സിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധം ഹെൽത്തി ഡയറ്റും ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ഈ ബേക്ക്ഡ് ഐറ്റംസുകളൊക്കെ നിങ്ങളൊരു പരിധി വരെ ഒഴിവാക്കി തന്നെ വേണം. അപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പുക വലിക്കുന്ന ആ ഒരു നിരോധനം എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേ ഒരു പോലെ തന്നെ നമ്മുടെ മധുര എണ്ണ പലഹാരങ്ങളും ഒഴിവാക്കണം എന്നുള്ളൊരു ലേറ്റസ്റ്റ് ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്ര തന്നെ ഡേഞ്ചറസ് ആണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒക്കേഷണലി മാസത്തിൽ 1-2 തവണ മാത്രം കുഞ്ഞുങ്ങൾക്ക് കഴിവതും വാങ്ങിക്കൊടുക്കാതിരിക്കുക. അവരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഈ ഓവറായിട്ട് ഈ ബേക്കറിയൊക്കെ ഫീഡ് ചെയ്യുന്നതാണ് അവർക്ക് പെട്ടെന്ന് ഒരു 10-12 വയസ്സാകുമ്പോഴത്തേക്കും പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഹെൽത്തി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓവറായിട്ട് ഈ സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, കോൺ ഓയിലൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക, കൂടുതൽ അളവിൽ എടുക്കാതിരിക്കുക. വല്ലാതെ ചൂടാക്കി കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന വ്യക്തികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.